Hi dear students, differential equations എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.4 ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ചെയ്യുന്നത്. In a bank, principal increases continuously at the rate of R% per year. Find the value of R if rupees 100 doubles itself in 10 years. Okay. ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മൾ സാധാരണ പി എന്നുള്ള ലെറ്ററാണ് ഉപയോഗിക്കുന്നത്, പ്രിൻസിപ്പൽ പി. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇയേഴ്സ് ആണല്ലോ. അപ്പോൾ ഡി പി ബൈ ഡി ടി എന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പോൾ ഡി പി ബൈ ഡി ടി കണ്ടിന്യൂസ്ലി ആർ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 100 എന്നാണ് വരിക, R/100 അല്ലേ. 5% എന്ന് പറഞ്ഞാൽ 5/100. അപ്പം R% എന്ന് പറഞ്ഞാൽ R/100 ഓഫ് പി എന്ന് എഴുതും. ഇപ്പോൾ പ്രിൻസിപ്പൽ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് R% ഓഫ് പി എന്ന് എഴുതി. അപ്പോൾ ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാം, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ പിയും ടിയും ഒക്കെയാണ് വേരിയബിൾസ്, R കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡി പി ബൈ പി എന്ന് കിട്ടുന്നു. ഇവിടെ R/100 കോൺസ്റ്റൻ്റ് ആണ്, ഡി ടിയെ നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ സൈൻ കൊടുക്കുന്നു. ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്കറിയാം, ലോഗ് മോഡ് പി ആണ്. ലോഗ് മോഡ് പി ഈസ് ഈക്വൽ ടു R/100 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി പ്ലസ് സി ആണ്. ഇനി ഇവിടെ കണ്ടീഷൻ ആദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ഈഫ് rupees 100 ഡബിൾ ഇൻ 10 years എന്നാണ്. അപ്പോൾ ഇവിടെ ടി 0 ആകുമ്പം ഇനീഷ്യലി പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. അപ്പോൾ ടൈം 0 ആകുമ്പോൾ പ്രിൻസിപ്പൽ 100 ആണ്. നമുക്ക് കോൺസ്റ്റൻറ്റ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം 0 ആകുമ്പോൾ പ്രിൻസിപ്പൽ 100. സോ ലോഗ് 100 സിക്വൽ ടു R/100 ഇൻറ്റു ടൈമിന് 0 കൊടുത്തു, 0 പ്ലസ് സി. സോ നമുക്ക് സി കിട്ടി. സി ഈക്വൽ ടു ഇത് 0 ആണ്, ലോഗ് 100 എന്ന് ലഭിക്കുന്നു. ഇതാണ് സി, ദിസ് ഈസ് സി. നൗ ഈ വാല്യൂ ഓഫ് സി നമ്മൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി കൊടുക്കുന്നു. സോ 1 ഗീവ്സ് ലോഗ് പി ഈസ് ഈക്വൽ ടു R/100 ഇൻറ്റു ടി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ലോഗ് 100. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ ആണ് ചോദ്യം. അപ്പോൾ അടുത്ത കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ഇഫ് 100 ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years. അപ്പോൾ 10 ഇയറിൽ ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈം 10 ഇയർ ആകുമ്പോൾ, ടൈം 10 ആകുമ്പോൾ പി എന്താവും, ഡബിൾ ആവും. പി എത്രയായിരുന്നു ആദ്യം, 100 ആയിരുന്നു, പി 200 ആവും. ഓക്കെ, ആഫ്റ്റർ 10 years പ്രിൻസിപ്പൽ ബിക്കംസ് ഡബിൾ എന്ന് പറഞ്ഞാൽ 200. ഈ കണ്ടീഷൻ നമ്മൾ ഇതിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇപ്പോൾ ലോഗ് പി എന്ന് പറഞ്ഞാൽ ലോഗ് 200 സിക്വൽ ടു ആർ നമുക്കറിയില്ല, ടൈം എത്ര 10 ആണ്, 10/100 പ്ലസ് ലോഗ് 100 എന്ന് ലഭിക്കുന്നു. ദാറ്റ് ഈസ് സിക്വൽ ടു, നമുക്ക് ഈ ലോഗിനെ എങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ ലോഗ് 200 മൈനസ് ലോഗ് 100 ഇസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് R/10 എന്നാൽ ലഭിക്കുക അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ R/10. സോ ദിസ് ഈസ് വാട്ട് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് A/B ആണ്. ലോഗ് A/B എന്ന് പറയുമ്പോൾ ലോഗ് 2 എന്നാവും. ലോഗ് 2 സിക്വൽ ടു R/10. സോ വാട്ട് ഈസ് R സിക്വൽ ടു 10 ഇൻറ്റു ലോഗ് 2 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഈ ലോഗ് 2 ഇവിടെ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ലോഗ് 2 ഈസ് ഗിവൺ 0.6931. So the answer is what? 10 into 0.69 എന്ന് പറയുമ്പോൾ 6.931% എന്നാണ് ഇതിൻ്റെ ആൻസർ. വാട്ട് ഈസ് റേറ്റ് എന്നല്ലേ ചോദ്യം, വാട്ട് ഈസ് ആർ? സോ ആർ ഈസ് 6.931%. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമ്മൾ മാത്തമെറ്റിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോഴുള്ള ഈ പ്രധാനപ്പെട്ട ഈ 2 സ്റ്റെപ്പുകളാണ് ശ്രദ്ധിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻക്രീസസ് ഓഫ് പ്രിൻസിപ്പൽ, അതാണ് ഡി പി ബൈ ഡി ടി, വിത്ത് റെസ്പെക്ട് ടൈം ആണെന്നുള്ള കാര്യം ഓർക്കുക. R/%ന് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, R/100 എന്ന് എഴുതണം, R/100 ഓഫ് പി എന്ന് എഴുതണം. പ്രിൻസിപ്പലിൻ്റെ R%, പ്രിൻസിപ്പലിൻ്റെ
R%, അതാണ് R% ഓഫ് പി എന്ന് ഇങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ എഴുതേണ്ടത്. പിന്നീട് നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള മാർഗ്ഗം വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മോഡുലസ് ഇടണം നിർബന്ധമില്ല, കാരണം പ്രിൻസിപ്പൽസ് എന്നൊക്കെ പറഞ്ഞാൽ എമൗണ്ട് ആണല്ലോ, എമൗണ്ട് ഒന്നും നെഗറ്റീവ് വരുന്നില്ല. അപ്പോൾ നെഗറ്റീവ് വരാത്തതുകൊണ്ട് നിങ്ങൾ മോഡുലസ് നിർബന്ധമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മോഡുലസ് ഒഴിവാക്കിയിട്ട് എഴുതിയത്. ഓക്കെ, അപ്പോൾ വെൻ ടൈം ഇസ് ഇക്വൽ ടു 0 പ്രിൻസിപ്പൽ 100, വെൻ ടൈം ഇസ് ഇക്വൽ ടു 10 ആഫ്റ്റർ 10 ഇയേഴ്സ് പ്രിൻസിപ്പൽ ഡബിൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കണ്ടീഷൻസ് ഇങ്ങനെ മാറ്റി മാറ്റി അപ്ലൈ ചെയ്തത്. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.